ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടിറ്റ് വോയേജിന്റെ അടുത്ത ക്ലാസ് ആണ്. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും കമന്റുകളിലൂടെ EVS വേണമെന്ന് കണ്ടു സെക്കൻഡ് തേർഡ് പാർട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. ഓരോ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഏതാണോ നിങ്ങൾക്ക് വേണ്ട പോർഷൻസ് അത് ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വരുന്ന ദിവസങ്ങൾ 30 ദിവസവും കൂടിയല്ലേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ ദിവസവും കൂടിയേ ഉള്ളൂ. അപ്പോ ഈ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾക്ക് ഏത് ഭാഗം പഠിച്ചാലാണ്, അതാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് തരുന്നത്. ക്വസ്റ്റ്യൻ തരുമ്പോൾ ക്വസ്റ്റ്യനും ആൻസറും മാത്രം അല്ലാതെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് വിശദീകരിക്കുന്നുണ്ട്. അത് എഴുതിയെടുത്ത് പഠിക്കുക, കേട്ട് പഠിക്കുക. മോർണിംഗ് ചലഞ്ച് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനം ചെയ്യും. അതുപോലെ എല്ലാ അധ്യാപകരുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്ന രീതിയിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. മാത്സ് ആവട്ടെ, ജോഗ്രഫി ആവട്ടെ, എക്കണോമിക്സ് ആവട്ടെ, ഇംഗ്ലീഷ് സാറിന്റെ RK സാറിന്റെ ഇംഗ്ലീഷ് ആവട്ടെ, പാവമ്പയുടെ മാത്സ് ആവട്ടെ, എല്ലാം പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് പഠിക്കാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത് എന്ന് നോക്കാം. ശേഖർ അടങ്ങിയിരിക്കാത്ത പ്രകൃതക്കാരനാണ്. അവൻ അധ്യാപകന്റെ വാക്കുകൾ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല. ചിലപ്പോൾ ക്ലാസ് നടക്കുന്ന നേരം സീറ്റിൽ നിന്ന് മാറി നിന്ന് മറ്റു കുട്ടികളുടെ നേർക്ക് പേപ്പർ വിമാനം പറത്തും. ശേഖറിന്റെ എന്ത് പ്രശ്നത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ്. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ശേഖർ അടങ്ങിയിരിക്കാത്ത പ്രകൃതക്കാരനാണ്. അപ്പം തന്നെ നമുക്കറിയാം ഹൈപ്പർ ആക്റ്റീവ് ആണ്. അവൻ അധ്യാപകന്റെ വാക്കുകൾ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല. ചിലപ്പോൾ ക്ലാസ് നടക്കുന്ന നേരം സീറ്റിൽ നിന്ന് മാറി നിന്ന് മറ്റു കുട്ടികളുടെ നേർക്ക് പേപ്പർ വിമാനം പറത്തും. ശേഖറിന്റെ എന്ത് പ്രശ്നത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? അറ്റൻഷൻ ഡിസോർഡർ, മാൽ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതാണ് ഓപ്ഷൻ. ശേഖർ is a naughty boy. He never listens to the teacher's words. Sometimes he jumps out of his seat and throws paper plane to other children while the class is going on. This problem of Shekhar is an incident of attention disorder, maladjustment disorder, hyperactivity disorder, attention deficit hyperactivity disorder. അപ്പൊ ഇതിന് പറയുന്ന പേര് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ്. അടങ്ങിയിരിക്കാത്ത പ്രകൃതം, അതിന് പറയുന്ന പേര് ശ്രദ്ധാവൈകല്യം എന്ന് മലയാളത്തിൽ പറയൂ കേട്ടോ. എന്താണ്? ശ്രദ്ധാവൈകല്യം എന്നാണ്. ശ്രദ്ധാവൈകല്യം എന്നാണ് മലയാളത്തിൽ പറയുക. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് പറയുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സ്കൂൾ തുറന്ന ദിവസം തന്നെ അജിത ടീച്ചർ കുട്ടികളോട് അവരെ കുറിച്ച് 5 അതിൽ കൂടുതലോ വാക്യങ്ങൾ എഴുതാൻ പറഞ്ഞു. ഈ പ്രവർത്തനം നൽകിയത് സ്കൂൾ തുറന്ന ദിവസം തന്നെ അജിത ടീച്ചർ കുട്ടികളോട് അവരെ കുറിച്ച് 5 or 6 വാക്കുകൾ എഴുതാൻ പറഞ്ഞു. ടീച്ചർ ഈ പ്രവർത്തനം നൽകിയത് കുട്ടികളുടെ താമസ പ്രദേശം അറിയാൻ വേണ്ടി, കുട്ടികളുടെ രക്ഷിതാക്കളെ അറിയാൻ വേണ്ടി, എഴുതുമ്പോഴുള്ള അക്ഷരത്തെറ്റ് മനസ്സിലാക്കുന്നതിനു വേണ്ടി, കുട്ടിയുടെ സാമൂഹിക പശ്ചാത്തലം, കുട്ടിയുടെ പ്രവേശിത നിലവാരം എന്നിവ മനസ്സിലാക്കുന്നതിന് വേണ്ടി. One of the first day of the school itself, Ajita teacher asked the students to write 5 or more sentences about themselves. Teacher gave this activity എന്തിനാണ് നൽകിയത്? To know the residential area of students, to know about the parents, to know the spelling mistakes while writing, to understand the child, his or her social status and entry level. ഏതാണ് അവന്റെ പ്രവേശിത നിലവാരം, കുട്ടിയുടെ ചുറ്റുപാടുകൾ, അവന്റെ പ്രവേശിത നിലവാരം എന്നിവ അറിയുന്നതിന് വേണ്ടി. കൊച്ചിന്റെ ഹാൻഡ് റൈറ്റിംഗ് ടീച്ചറിന് മെച്ചപ്പെടുത്തി എഴുതാം, മോശമാണെങ്കിൽ. കുട്ടിയുടെ എഴുത്തു രീതി, താമസ പ്രദേശം അറിയാൻ ടീച്ചറിന് താമസ പ്രദേശങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയാൽ പറ്റും. കുട്ടികളുടെ രക്ഷിതാക്കളെ അറിയാൻ കുട്ടിയോട് ചോദിച്ചാൽ മനസ്സിലാവും. പകരം കുട്ടിയുടെ സ്റ്റാറ്റസ് അറിയുന്നതിന്, സാമൂഹിക പശ്ചാത്തലം, പ്രവേശിത നിലവാരം, കുട്ടി എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്. കുട്ടിയോട് തുടങ്ങിയ ദിവസം തന്നെ എന്താണ് നീ എന്നുള്ളത് എഴുതാനായിട്ട് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശിശുക്കളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ശിശുക്കളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? വികാരങ്ങൾ തീവ്രമാണ്, വികാരങ്ങൾ അല്പായുസുള്ളവയാണ്, വികാര പ്രകടനം കൂടെ ഉണ്ടാകുന്നു, വികാരങ്ങൾ സ്ഥിരമാണ്. ഏതാണ്? ശിശുക്കളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും
ഒരു പതർച്ചയില്ലാതെ ക്വസ്റ്റ്യൻ വായിക്കുക. കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരികയുള്ളൂ. ഓക്കെ, അത് ഉറപ്പായിട്ടും അതെ. പക്ഷേ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഈശ്വരാ ഇത് എന്തായി തന്നിരിക്കും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് അകന്നു പോവുക. ക്വസ്റ്റ്യൻ പതർച്ചയില്ലാതെ, മനസ്സിന് പതർച്ചയില്ലാത്ത രീതിയിൽ ക്വസ്റ്റ്യനെ വായിച്ചെടുക്കുക. ഇതോ എനിക്ക് നേരിടാൻ പറ്റുമെന്നുള്ള ഒരു മാനസികാവസ്ഥയെ ക്വസ്റ്റ്യൻ വായിക്കുക. ശിശുക്കളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? വികാരങ്ങൾ തീവ്രമാണ്, വികാരങ്ങൾ അല്പായുസുള്ളവയാണ്, വികാര പ്രകടനം കൂടെ ഉണ്ടാകുന്നു, വികാരങ്ങൾ സ്ഥിരമാണ്. ഏതാണ് വരിക? Which of the following is a wrong statement regarding emotions of children? Emotions are intense, emotions are temporary, emotions are frequent and emotions are stable. സ്ഥിരമാണ് ആണോ? അല്ല. ശിശു വികാരങ്ങൾ സ്ഥിരമല്ല, അത് മാറി മാറി വരിക. അതിന് ക്ഷണികതയുണ്ട്, അതിന് ചഞ്ചലതയാണ് ഉള്ളത്. അപ്പം വികാരങ്ങൾ തീവ്രമാണ്, വികാരങ്ങൾ അല്പായുസുള്ളവയാണ്, വികാര പ്രകടനം കൂടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ വികാരം സ്ഥിരമാണോ? അല്ല. ശിശു വികാരങ്ങൾ സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ സ്ഥിരമല്ല എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഉത്തരം ഏതാണ് ശരി? വികാരങ്ങൾ സ്ഥിരമാണെന്നുള്ളതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതിയുമുണ്ട്. ഇത് അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതി ഉണ്ട്. ഇത് അറിയപ്പെടുന്നത് എന്ത് രീതിയാണെന്നാണ്? വിലയിരുത്തൽ തന്നെ പഠനം, പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ. ഏതാണ് വരിക? The ideas and concepts acquired through learning and are critically examined and changes are made by a type of assessment. This is known as എന്താണെന്നാണ് അറിയപ്പെടുന്നത്? അസസ്മെന്റ് as a learning, അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, സെൽഫ് അസസ്മെന്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: പഠനത്തിലൂടെ നേടിയ ധാരണകൾ സ്വയം വിമർശനാത്മകമായി ഞാൻ പഠിച്ചോ ഇല്ലയോ എന്ന് പരിശോധിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും അതിനെ റീകോൾ ചെയ്തും പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഇതിന് പറയുന്നത് വിലയിരുത്തൽ തന്നെ പഠനം അഥവാ അസസ്മെന്റ് ആസ് എ ലേണിംഗ് എന്നുള്ളതാണ്. പഠിച്ചു വെക്കണേ, വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ബാക്കി അടുത്തേക്ക് പോകാം. മെറിൻ ടീച്ചർ ചെടികളെ കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്ത ശേഷം കുട്ടികളെ 5 പേരുടെ കൂട്ടങ്ങളായി തിരിച്ച് സ്കൂൾ പൂന്തോട്ടത്തിലെ ചെടികൾ നിരീക്ഷിച്ച് പ്രത്യേകതകൾ മനസ്സിലാക്കാൻ അവസരം നൽകി. ടീച്ചർ വിവിധ കുട്ടികളുടെ പ്രകടനം നിരീക്ഷിച്ചു. ടീച്ചർ ഈ പ്രവർത്തനം നൽകിയത് എന്തിനാണ്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. മെറിൻ ടീച്ചർ ചെടികളെ കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്ത ശേഷം കുട്ടികളെ 5 പേരുടെ കൂട്ടങ്ങളായി തിരിച്ച് സ്കൂൾ പൂന്തോട്ടത്തിലെ ചെടികൾ നിരീക്ഷിച്ച് പ്രത്യേകതകൾ മനസ്സിലാക്കാൻ അവസരം നൽകി. ടീച്ചർ വിവിധ കുട്ടികളുടെ പ്രകടനം നിരീക്ഷിച്ചു. ടീച്ചർ ഈ പ്രവർത്തനം നൽകിയത് എന്തിനാണ്? കുട്ടികളുടെ സാമൂഹിക അവസ്ഥ മെച്ചപ്പെടുത്താൻ, പ്രവർത്തന അധിഷ്ഠിത പഠന പ്രക്രിയ സാധ്യമാക്കാൻ, സഹകരണാത്മക പഠനം പുരോഗതിയിലാക്കാൻ, മുകളിൽ പറഞ്ഞ എല്ലാത്തിനും വേണ്ടി. അപ്പൊ എന്തൊക്കെയാണ് ഓപ്ഷൻ? കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം പൂന്തോട്ടത്തിൽ ഇറക്കി അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിച്ചു. കുട്ടികളുടെ സാമൂഹിക അവസ്ഥ മെച്ചപ്പെടുത്താൻ, ശരിയാണോ? അതെ. പ്രവർത്തന അധിഷ്ഠിത പഠന പ്രക്രിയ, ആക്ടിവിറ്റി ഓറിയന്റഡ് ലേണിംഗ് സാധ്യമാക്കാൻ, ശരിയാണോ? അതെ. ഇനി അടുത്തത് എന്താ? സഹകരണാത്മക പഠനം, പരസ്പരം സഹകരിച്ച് കൊളാബ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പഠിക്കാൻ, ആണോ? അതെ. അപ്പൊ ഉത്തരം എന്താ? മുകളിൽ പറഞ്ഞവയെല്ലാം വരും. Merin teacher, after discussing about plants in the class, formed a group of 5 and lead them to the school garden to observe and understand the peculiarities of various plants. Teacher observed the performance of various groups. Teacher gave to improve the sociability of children, to facilitate activity-based learning, to promote cooperative learning. All the above. എന്ത് വരാം? All the above ആണ് ഉത്തരമായി വരിക. പഠിച്ചു വെക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അബിയും ബബിയും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 സുഹൃത്തുക്കളാണ്. അബി ക്ലാസ്സിൽ അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ അപ്പോൾ തന്നെ പഠിക്കുന്നു. എന്നാൽ ബബിക്ക് ഇതേ ആശയങ്ങൾ പഠിക്കാൻ കൂടുതൽ സമയവും അധിക പിന്തുണയും ആവശ്യമായി വരുന്നു.
ഏത് വികാസ തത്വമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ, അബിയും ബബിയും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 സുഹൃത്തുക്കളാണ്. അബി ക്ലാസ്സിൽ അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ അപ്പോൾ തന്നെ പഠിക്കുന്നു. എന്നാൽ ബബിക്ക് ഇതേ ആശയങ്ങൾ പഠിക്കാൻ കൂടുതൽ പിന്തുണയും സമയവും ആവശ്യമായിട്ട് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ ഏത് വികാസ തത്വമാണ്? വികാസം അനുസ്യൂതമാണ്. വികാസം അനുസ്യൂതം മീൻസ് കണ്ടിന്യൂസ്. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസം വ്യക്തി വ്യത്യാസം പാലിക്കുന്നു. വികാസം ചാക്രികമാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. Abhi and Babi are 2 friends of 4th standard. Abhi learns the concept presented in the class within no time, but Babi takes more time and additional support to learn the concepts. Which developmental principles are reflected here? ഏതൊക്കെയാണ്? Development is continuous, development is interrelated, development follows individual differences, development is spiral. ഏതാണ് വരിക? അപ്പൊ ഡെവലപ്മെന്റില് വ്യക്തി വ്യത്യാസം പാലിക്കുന്നു എന്നുള്ളതാണ്. ഡെവലപ്മെന്റിൽ വ്യക്തി വ്യത്യാസം പാലിക്കുന്നു, വികാസം വ്യക്തി വ്യത്യാസം പാലിക്കുന്നു എന്നുള്ളതാണ് ആൻസർ. കാരണം 2 മെന്റുകൾ ഡിഫറെന്റ്. 2 കൂട്ടുകാർ, പക്ഷെ ആ 2 കൂട്ടുകാരും 2 രീതിയിലാണ്. അപ്പൊ വികാസം വ്യക്തി വ്യത്യാസം പാലിക്കുന്ന ഒന്നാണ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ്, അരുണിന്റെ ബുദ്ധിമാപനം 120 ആണ്. അവന്റെ കാലിക വയസ്സ് 15 ആയാൽ മാനസിക വയസ്സ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പറയാം, IQ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ശാരീരിക ഏജ് ഇൻറ്റു 100 ആണ്. ഇത് IQ കാണുന്നതിനുള്ള ഇക്വേഷൻ. ഇവിടെ അവന്റെ കാലിക വയസ്സ്, അതായത് CA 15 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ആയാൽ മാനസിക വയസ്സ് IQ 120 ആണെന്നും തന്നിട്ടുണ്ട്. IQ 120 ആണ്, കാലിക വയസ്സ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ MA എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ 15 ആണോ 16 ആണോ 18 ആണോ ഇവയൊന്നുമല്ല എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് സ്യൂട്ടബിൾ ആയിട്ട് ആ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണം. MA ഡിവൈഡഡ് ബൈ CA ഇൻറ്റു 100 എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഞാൻ ഇത് കണ്ടുപിടിക്കാൻ നിൽക്കുമ്പോ ഇതിന്റെ ഇക്വേഷൻ വെച്ച് നിങ്ങൾ മാത്സ് അധ്യാപകരും ഒക്കെ ഉള്ളത് കൊണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഇത്തിരി എന്താണ് എഫിഷ്യന്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഞാൻ മാത്സിൽ അത്ര സ്മാർട്ടോ അല്ലെങ്കിൽ അത്ര എന്ന് പറഞ്ഞാല് കൈയും കാലും ഒക്കെയാണ് ഇപ്പോഴും നമ്മുടെ ഒരു ആയുധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ, ഇവിടെ ഓൾറെഡി CA ക്രോണോളജിക്കൽ ഏജ് ആണ് തന്നിട്ടുള്ളത് 15. അപ്പൊ എന്നെ പോലെയുള്ളവരോട് ഞാൻ പറയാം, പുലികൾ കണ്ടുപിടിക്കുക. ഇവിടെ ഓൾറെഡി CA 15 ആണ് തന്നിട്ടുള്ളത്. ഞാൻ സാധാരണ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ CA 15 ആണല്ലോ. അപ്പൊ ഓരോന്നിട്ട് നോക്കും. 15 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ അത് 100 ആണ്, ആവറേജ് ആണെന്ന് വരും അല്ലെ. അപ്പം പിന്നെ അടുത്തത് 16 ആണ് നോക്കുക. 16 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്ന രീതിയാണ് കേട്ടോ മക്കളെ ഞാൻ പറയുന്നത്. 1600 ഡിവൈഡഡ് ബൈ 5 ഒന്ന് നോക്കാറുണ്ട്. അപ്പൊ 1600 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുമ്പോൾ 1 15 അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇവിടെ 10 അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇത് സ്യൂട്ടബിൾ ആയിട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചോളൂ. ഞാൻ അതിനകത്ത് ഭാഗമാകുന്നില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് താഴെ കമന്റ് ആയിട്ട് ഇടണേ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തരിക. ഇന്റലിജന്റ് ക്വസ്റ്റ്യന്റ് IQ of Arun is 120. If he chronological age is 15, which of the following is his mental age എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കമന്റിൽ ഇടുക. ഞാൻ ഇന്നുവരെ അങ്ങനെ തന്നിട്ടില്ല, പക്ഷെ ഇത് മാത്സ് ഏരിയ ആയതുകൊണ്ട് കമന്റിൽ നിങ്ങളുടെ ഉത്തരം കാണുമെന്ന് ഞാൻ എല്ലാവരും കമന്റിൽ ഇടണം കേട്ടോ, ഉത്തരം എത്രയാണ് കിട്ടുന്നതെന്നുള്ളത്. എന്നിട്ട് നമുക്ക് നോക്കാം. ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി ചാൾസ് പിയർമാൻ ദ്വിഘടക സിദ്ധാന്തത്തിലെ പറഞ്ഞിരിക്കുന്ന 2 ഘടകങ്ങൾ. ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തം ചാൾസ് പിയർമാന്റെ 2 ഫാക്ടർ തിയറി ചാൾസ് പിയർമാന്റെയാണ്. അതിൽ 2 ഘടകമാണ് S ഘടകവും G ഘടകവും എന്ന് പറയുന്നത്. G ജന്മനാലുള്ള ജനറൽ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജന്മനാലുള്ള ഘടകമാണ്. ഈ ജന്മനാലുള്ള ഘടകം പാടാനുള്ള കഴിവ് എനിക്കുണ്ട്, പക്ഷെ ചിത്ര ചേച്ചിയെ പോലെ പാടുവോ? ഇല്ല. സുജാത ചേച്ചിയെ പോലെ പാടുവോ? ഇല്ല. ഇനി പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ വലിയ പ്രാസംഗികനെ പോലെ പ്രസംഗിക്കുവോ? ഇല്ല. എന്നാൽ അത്യാവശ്യം അറിയാം. പടം വരയ്ക്കാൻ അറിയാം, എന്നാൽ വലിയ പടക്കാരനെ പോലെ പടം വരയ്ക്കാൻ അറിയോ? ഇല്ല. അത്യാവശ്യം പടം വരയ്ക്കാൻ അറിയാം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ജനറൽ ഫാക്ടർ, നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ.
ഇനി നമ്മൾ നേടിയെടുക്കുന്ന പാട്ട് പഠിച്ച് ഞാൻ നേടുവാണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഫാക്ടറായി, ഡ്രോയിങ് പഠിച്ചു നേടുവാണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഫാക്ടറായി. മനസ്സിലായോ? അപ്പൊ ഒരു വ്യക്തിയിൽ ജി എന്നും എസ് എന്ന നിരവധി ഘടകങ്ങളും നമ്മൾ കർമ്മമായി നേടുന്നതാണ് എസ് ഘടകം. അങ്ങനെ ജിയും എസും ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ജി ഘടകവും എഫ് ഘടകവും, ജി ഘടകവും എസ് ഘടകവും, എസ് ഘടകവും ഗെ ഘടകവും, എസ് ഘടകവും എഫ് ഘടകവും. ജി ഘടകവും എസ് ഘടകവും എന്നിങ്ങനെ രണ്ട് ഘടകങ്ങൾ ഉണ്ട്. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ്? ആത്മസാക്ഷാത്കാരം, ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം, സുരക്ഷിതത്വ ആവശ്യം, ശാരീരിക ആവശ്യം. Which of the following is the topmost need of the hierarchy of needs proposed by Abraham Maslow? Self-actualization, esteem needs, safety needs, physiological needs. അപ്പൊ എന്ത് വരാം? ഫിസിയോളജിക്കൽ, ശാരീരിക ആവശ്യം, സുരക്ഷ, സേഫ്റ്റി നീഡ്സ്. ദെൻ അടുത്തത് എന്താണ്? സ്നേഹം, സ്വന്തം എന്ന ബോധം, ബിലോങ്ങിങ്നെസ് ആണ് അല്ലെ. അടുത്തതായിട്ട് എന്ത് വരും? ദെൻ ആദരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങള്, ആത്മസാക്ഷാത്കാരം എന്നീ ആവശ്യങ്ങൾ. അപ്പൊ ഏറ്റവും ഉയർന്ന ആവശ്യം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ അഥവാ ആത്മസാക്ഷാത്കാരമാണ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് സ്പീഡിൽ പോവാ. ചില രക്ഷിതാക്കൾ കുട്ടികളെ അപകടത്തിൽ, അപായത്തിൽ പെടും എന്ന് പേടിച്ചുകൊണ്ട് അവരെ ഒരു പ്രവൃത്തിയും സ്വന്തമായി നിർവഹിക്കാൻ സമ്മതിക്കില്ല. മറിച്ച് ആ പ്രവൃത്തി അവർ കുട്ടിക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യും. ഇവിടെ കുട്ടിയിൽ വളർന്നു വരേണ്ട ഏത് ഗുണമാണ് തകർക്കപ്പെടുന്നത്? സ്വയം സ്വാതന്ത്ര്യം, അറിയാനുള്ള ആഗ്രഹം, സ്വയം പഠനം, പ്രവർത്തനത്തിലൂടെയുള്ള പഠിക്കൽ. Some parents in the fear of danger, accident do not let their children to do any work by themselves. They will do the work of the child development, of which quality of the child is hampered here. കുട്ടിയുടെ ഏത് ക്വാളിറ്റിയാണ് ഇവിടെ? സെൽഫ് ഇൻഡിപെൻഡൻസ് ആണോ, ക്യൂരിയോസിറ്റി ആണോ, സെൽഫ് ലേണിംഗ് ആണോ, ലേണിംഗ് ബൈ ഡൂയിങ് ആണോ? ഏതാണ് വരിക എന്നാണ് ചോദിക്കുന്നത്. കുട്ടിയുടെ സ്വയം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡൻസി ആണ് അവിടെ നഷ്ടപ്പെടുക. അതവർ ചെയ്തു പഠിച്ചാൽ മാത്രമേ അവർക്കത് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരികയുള്ളൂ അല്ലെ. അപ്പൊ കേട്ടിട്ടിന്റെ വോയേജിലെ അത്യാവശ്യമുള്ള ക്ലാസ്സുകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ താഴെ കമന്റ് ആയിട്ട് ഇടുക. നന്നായി പഠിക്കുക, നല്ല കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. ഈ കേട്ടിട്ട് എനിക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസിൽ തന്നെ പഠിച്ചു പോകാം. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.